ഗൈസ്, വെൽക്കം ബാക്ക് ടു. ഇത് നമ്മൾ വന്നത് നിങ്ങൾ കണ്ടു, അതിൻ്റെ ബാക്കി തുടർച്ചയാണ് ഗൈസ്. അപ്പം നമ്മൾ വന്ന റൂമിലെത്തി ഫ്രഷായി. ഇപ്പം നമ്മളിവിടെ അടുത്ത് തന്നെയാണ് എല്ലാം ഉള്ളത്, നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത്. അപ്പം അവർ പറഞ്ഞു നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, വണ്ടിയുണ്ട്, നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ ഗേറ്റൊക്കെ കാണാൻ പോവാണ്. ഞാൻ ഒന്നും കണ്ടിട്ടില്ല, അപ്പം ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നമുക്ക് പോയി ഒക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പം എനിക്ക് ഭയങ്കര എന്താ സന്തോഷമുണ്ട്. ഞാനിതൊന്നും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. മീൻസ് പണ്ടൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുന്ന സമയത്ത് എനിക്ക് പോകാൻ പറ്റാറുണ്ടായിരുന്നില്ല. ചില ടൂറുകളൊക്കെ ആകെ ഞാൻ സ്കൂളിൽ നിന്ന് പോയത് 1 തവണയാണ് 2 തവണ. അത് UP-യിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് അവരത്രയും സ്നേഹമുള്ള മനുഷ്യരായിരുന്നു, അവർ കൊണ്ടുപോയി. പിന്നെ ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയിലൊന്ന് പഠിക്കുമ്പോൾ എന്നോട് ആരും ചോദിച്ചിട്ട് പോലും ഇല്ല പോരുന്നതെന്ന്. പിന്നെ ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ മീൻസ് ഹോമിയോപ്പതി ഇത് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ അവിടെ കർണാടക, ബാംഗ്ലൂർ, മൈസൂരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഞാൻ നോർത്തിലോട്ട് അവർ വന്നപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് സംഭവിച്ചു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ സങ്കടപ്പെട്ടാൽ കുറച്ച് കഴിയുമ്പോൾ പഠിച്ചോ കൊണ്ട് തരുന്നു അറിയില്ല, അങ്ങനെ ഒരിതാണ്. അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അല്ലേ? അപ്പോൾ പിന്നെ എന്താ, അപ്പം നമുക്ക് പോയി കാണാം. പിന്നെ ഒരുപാട് കരഞ്ഞിട്ടുണ്ടോ ഒന്ന്, ഇത്ര കരഞ്ഞു. പിന്നെന്താ, പിന്നെന്നില്ല, നമുക്ക് പോയി വെക്കാം. പിന്നെ വേറൊരു കാര്യം, എനിക്ക് എൻ്റെ ഫാമിലീനെയും കൊണ്ടുവരണം എന്നുണ്ട്. ഞാൻ ഒന്ന് സെറ്റിൽഡ് ആയിട്ട് ഞാൻ എല്ലാവരെയും കൊണ്ടുവിടെ വരും അല്ലേ? എല്ലായിടത്തും കൊണ്ടുപോകണം എല്ലാവരും. ഓക്കെ, ആ ഒരു സങ്കടം ഇപ്പം ഉണ്ട്. ചേച്ചി പറഞ്ഞു പെരുന്നാൾ മാത്രല്ല പൊട്ടത്തരം പറയല്ലേ, വീഡിയോയിൽ വിളിച്ചറിയല്ലേ. ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് ഒരു ഇതന്നെയാണ്. തിരുവനന്തപുരം ഗേറ്റ് കൊച്ചിയിലുള്ള അറിയില്ല, ട്രിവാൻഡ്രം ഗേറ്റ്. അപ്പൊ അതിന്റെ അപ്പുറത്ത് ഒരു തിരുവനന്തപുരം. അപ്പൊ ഇവിടെയാണ് ഇന്ത്യ ഉള്ളത്. ഇന്ത്യ ഉണ്ടല്ലോ, അപ്പുറത്ത് ഞാൻ തമാശ സത്യമായിട്ടൊന്നും അറിയില്ല. ഞാൻ പഠിച്ച ഹിസ്റ്ററി. എന്താണ് ഇത് ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞാൽ? ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് അതാണ് ഇന്ത്യ ഗേറ്റ്. എന്ത് വലുപ്പാടോ ഒരു ഗേറ്റിന്, എത്ര വലുപ്പമോ? ഗേറ്റ് ഇല്ലല്ലോ, അതിലില്ല ഗായ്സ്, ഗേറ്റ് മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് എന്ത് ഭംഗിയാ കാണാൻ, കളർ വരുന്നൊക്കെ നമ്മളെ. ഫോട്ടോ എടുത്തരുവോ? രാത്രി ആയപ്പോഴേ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമുക്ക് പറ്റിയതേ, ഇവിടെ നിങ്ങൾ വരുവാണെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് പുറകെ അടക്കും. എൻ്റെ ഫിറു വിചാരിച്ചു
കുറെ ഫോട്ടോ എടുത്താലും 30 റുപ്യാണെന്നെ. ഇവനോട് എനിക്കപ്പേ മനസ്സിലായി ഞാൻ വേണ്ട പറയണ്ടേ. പക്ഷെ സാറ് വിളിച്ചോണ്ടോ അത് ഫോട്ടോ എടുപ്പിച്ചു. ഫോട്ടോ കൊള്ളില്ലാന്ന് മാത്രല്ല 270 രൂപ പോവുകയും ചെയ്തു. എനിക്കൊരു ഡ്രസ്സ് വാങ്ങായിരുന്നു ഗൈസ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഡൽഹി ജമാ മസ്ജിദ്. ഇതെല്ലാം തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാട്ടോ. വന്നവർക്ക് അറിയുണ്ടാവും. നമുക്ക് പോയി നോക്കാം. ചിലപ്പോൾ നല്ല തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. കാണാൻ പോരെ. आओ जी 10 रुपए 10 रुपए 10 रुपए 10 रुपए 10 रुपए आओ जी हर माल हर कलर आइटम 10 रुपए खाते തിരക്ക് ജുമാസ് കണ്ടോ? കാണുന്നില്ലേ? നേരെ നോക്കി. എനിക്കറിയില്ല. നല്ല തിരക്കും. എന്താ തലാറക്കുന്നു? ഷോപ്പ് ചെയ്യാൻ ആൾക്കാർ. ആയില്ല. നല്ല തിരക്കായി. നല്ല തിരക്ക് വെച്ചാല് അങ്ങനെ ആയിരിക്കില്ലേ എന്നും എനിക്കറിയില്ല. എന്നും ഇങ്ങനെ തന്നെ ആണല്ലേ? അയ്യോ, എങ്ങനെയൊക്കെ നടന്ന് ഇവിടെ വരെ എത്തി. പക്ഷെ ഇതൊക്കെ എനിക്ക് കാണണം എന്ന് വിചാരിച്ച സാധനങ്ങളായി. അങ്ങനെ പറഞ്ഞു കേട്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അത് വീൽ ചെയർ വെച്ചിട്ട് കേറാനും പറ്റില്ല. കാരണം ആരെല്ലാം എടുത്തിട്ടു. അപ്പോൾ പക്ഷെ ദൂരെ നിന്ന് കണ്ടു. ജസ്റ്റ് അടുത്ത് വരെ പോയി. ആ സ്റ്റെപ്പിനാണ് സമാധാനായി. ഇനി അങ്ങോട്ടോ? റൂമിലേക്ക് തന്നെ മതിയോ? നാളെ ഈ ബാക്കി സമയം കിട്ടിയ നോക്ക് ഫിറേന്ന് പറഞ്ഞല്ലേ? എന്തെന്ന്? ആ സാധനം ഹോട്ടലാണല്ലേ? ഹോട്ടൽ എന്ത് വലുപ്പോ! ഭയങ്കര വലുപ്പുണ്ട്. ഡൽഹിയിൽ വന്ന് അങ്ങനെ ഒരു സാധനം കഴിക്കണ്ടേ? എന്താ കൊള്ളില്ല? എന്റെ മുഖം കണ്ടിട്ട് കൊള്ളാത്ത പോലെയാണല്ലോ. വെറൈറ്റി സാധനം കഴിച്ചു നോക്കിയേ. ഇതാണ് ഇവിടുത്തെ മസാലപ്പൂരി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. കഴിച്ചോക്ക്, ഇതെടുക്ക്. എല്ലാം ഒന്ന് തന്നെയാ. എങ്ങനെയുണ്ട്? മധുരം ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഫിറൂന് മധുരം ഇഷ്ടമില്ല ഫുഡില്. പക്ഷെ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. നല്ല ചൂടുണ്ട് സാറേ. ചേച്ചി എനിക്ക് തിരുകൂടെ തീർത്ത് എനിക്ക് 10 ആയി പോയി.